അന്ന് ലുസൈൽ സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിലെ സ്റ്റോപ്പ് വാച്ചിൽ സമയം 60 മിനിറ്റ് പിന്നിട്ടിരുന്നു. നീലക്കടലാകാറുള്ള അർജന്റീന ആരാധകർ തിരമാലകൾ ഒഴിഞ്ഞ കടൽ പോലെ മരവിച്ചിരുന്നു. ഗ്രൗണ്ടിലെ 10 പേർ ഒരൊറ്റ മനുഷ്യന്റെ ഇടങ്കാലിലേക്ക് പന്തെത്തിക്കാൻ വിയർപ്പും ചോരയും നൽകിക്കൊണ്ടേയിരുന്നു. 4 മിനിറ്റുകൾക്കപ്പുറം മെക്സിക്കൻ ഗോളി ഒച്ചോവയെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് ആ പന്ത് പായുമ്പോൾ കമന്ററി ബോക്സിലിരുന്ന് പീറ്റർ ഡ്രൂറി ഇങ്ങനെ പറഞ്ഞു, അതാ മാന്ത്രികൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ നിമിഷത്തിൽ അർജന്റീന ജീവൻ തിരികെ പിടിച്ചിരിക്കുന്നു. എത്ര വട്ടമാണ് മനുഷ്യൻ കോടിക്കണക്കിന് ഹൃദയങ്ങളെ തകരാതെ കാത്തത്? എത്ര വട്ടമാണ് മനുഷ്യൻ ഒരു ജനതയെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്? എത്ര വട്ടമാണ് മനുഷ്യൻ നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? ലയണൽ ആന്ദ്രേസ് മെസ്സി കാൽപന്തൊരു മതമാണെങ്കിൽ നിങ്ങൾ അതിന്റെ വാഴ്ത്തപ്പെട്ട ദൈവമാകുന്നു. പ്രിയപ്പെട്ട മെസ്സി, ഖത്തർ ലോകകപ്പിൽ സൗദി അറേബ്യയുടെ ഏറ്റ തോൽവിയിൽ ഹൃദയം തകർന്നിരുന്ന കോടിക്കണക്കിന് അർജന്റീനിയൻ ആരാധകർക്ക് നിങ്ങൾ നൽകിയ വാക്ക് ഞാൻ മറന്നിട്ടില്ല. ഒടുവിൽ ഫ്രാൻസിനെ വീഴ്ത്തിയ തങ്കക്കപ്പിനെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുമ്പോൾ 7 കടലുകൾക്കിപ്പുറം ഞങ്ങൾ കണ്ണീരോടെ പുഞ്ചിരിക്കുകയായിരുന്നു. അർദ്ധരാത്രിയും ഞങ്ങൾക്കന്ന് പകലായി. കുടുംബത്തിൽ ഒരുവന്റെ നേട്ടമെന്നതുപോലെ ഞങ്ങളത് ആഘോഷമാക്കി. തകർന്ന ഹൃദയങ്ങളെ തുന്നിച്ചേർക്കുന്നത് ഒരു കലയാണെങ്കിൽ മെസ്സി, നിങ്ങൾ അതിൽ ജീവിച്ചിരിക്കുന്നവരിൽ മികച്ചവരിൽ മികച്ചവനാണ്. മറഡോണയ്ക്ക് ശേഷം അർജന്റീനിയൻ ജനതയെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാൾ ഉണ്ടാകില്ല. മറഡോണയ്ക്ക് ശേഷം ലോകത്ത് ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു അർജന്റീനക്കാരനും ഉണ്ടാകില്ല. ഫുട്ബോൾ എന്ന ഗെയിമിനെ മധുരസുന്ദരമായ ഒരു ലാറ്റിൻ അമേരിക്കൻ മാന്ത്രികത പോലെ ആക്കി തീർത്തിരിക്കുന്നു നിങ്ങൾ. കളിയുടെ അവസാന നിമിഷങ്ങളിൽ കിട്ടുന്ന ഒരു സെറ്റ് പീസ് പോലും ഗോളാകുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾ മാത്രമാണ്. അന്ന് ചിലിയോടേറ്റ തോൽവിയോടെ എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങിയപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നിലച്ചത് ഞങ്ങളുടെ ഹൃദയമാണ്. തിരികെ വന്ന നിങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിരിച്ചുവരവിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞിരിക്കും. കോപ്പയും ഫൈനലിസ്മയും ഒടുവിലായ തങ്കക്കപ്പും നേടി നിങ്ങൾ സമ്പൂർണ്ണനായിരിക്കുന്നു. ഇത്തവണ കോപ്പയിൽ നിങ്ങൾ ഇറങ്ങുന്നത് ഒന്നും തെളിയിക്കാനായല്ലെന്നറിയാം. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡാൻസ് ആണെങ്കിൽ രാജകീയമായി തന്നെ ആടിത്തീർത്തുകൂടെ? നിങ്ങളില്ലാത്തൊരു അർജന്റീന ടീം ഞങ്ങളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. നിങ്ങൾക്ക് വേണ്ടി വിയർപ്പും ചോരയും നൽകാൻ തയ്യാറായ ആ സൈന്യത്തിന് മറ്റൊരു സൈന്യാധിപനെ കുറിച്ച് ചിന്തിക്കാനേ ആയിട്ടില്ല. ആ കാലുകൾ തളരാത്തിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. മെസ്സിക്ക് ശേഷം എന്താണെന്നല്ലേ? അതിന് മെസ്സി അവസാനിക്കുന്നില്ലല്ലോ.